എല്ലാവർക്കും നമസ്കാരം. കേരള സെറ്റ് മാത്തമാറ്റിക്സ് ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഡെയിലി 30 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻസ് ഡെയിലി ബേസിസിൽ നമ്മൾ എല്ലാ ദിവസവും 9 മണിക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും രാത്രി 7 മണിക്കാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ 30 ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ആവുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരത് മാത്സ് ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അവിടുന്ന് 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കോളൂ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ ഡെയിലി റിവിഷൻ്റെ ഭാഗമായിട്ട് കാൽക്കുലസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അപ്പോൾ നമ്മുടെ 30 ക്വസ്റ്റ്യൻ സീരീസ് തുടങ്ങുമ്പോൾ കാൽക്കുലസിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് കാൽക്കുലസ്, ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സിൻ്റെ ഭാഗമായിട്ട്. നോക്കിയോളൂ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 + x - 1/x എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ പല രീതിയിൽ ഇത് ചെയ്യാം. ഏറ്റവും എളുപ്പം എൽ ഹോസ്പിറ്റൽ റൂളാണ് അല്ലേ. നമ്മൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരികയാണെന്നുണ്ടെങ്കിൽ, എന്താണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0/0, ∞/∞, 1∞, ∞ - ഇങ്ങനെയുള്ള ഫോംസിനെയൊക്കെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് വിളിക്കുക, അനിർവചനീയമായ രൂപങ്ങൾ. ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യും. എന്താണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ? എന്താണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ പറയുന്നത്? എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ഒരു f(x) / g(x) എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഉണ്ടാവും. ഈ ഫ്രാക്ഷനിലേക്കാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എ എന്നുള്ള പോയിന്റിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, എക്സിന് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഏതെങ്കിലുമൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതിൽ ഫസ്റ്റ് 2 ടൈപ്പ് 0/0 അല്ലെങ്കിൽ ∞/∞ ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ് എൽ ഹോസ്പിറ്റൽ റൂൾ. ഓക്കെ, ഇനി ഈ ∞ - ഒക്കെ ഫ്രാക്ഷനാക്കി മാറ്റിയിട്ട് 0/0 കൊണ്ടുവന്നിട്ടൊക്കെ നമുക്ക് ചെയ്യാം. 1∞ വേറൊരു മെത്തേഡാണ്, നമുക്ക് വഴിയെ പഠിക്കാം, ഈ ക്ലാസ്സിൽ തന്നെ ഉണ്ടത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f(x/g(x) ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഏതെങ്കിലും ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആൻഡ് അപ്ലൈ ദ ലിമിറ്റ് അൺടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ്. ഇൻഡിറ്റർമിനേറ്റ് ഫോം ഇല്ലാണ്ടാവുന്നത് വരെ നമ്മൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അതായത് ഇത് നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് കിട്ടിയെന്ന് വെച്ചോളൂ. ഇപ്പോൾ സപ്പോസ് 0/0 കിട്ടിയെന്ന് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f(x) ഡിഫറൻഷ്യേറ്റ് ചെയ്യും, f'(x) ആവും, g(x) ഡിഫറൻഷ്യേറ്റ് ചെയ്യും, g'(x) ആവും. എന്നിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? f'(a/g') നമ്മൾ ചെയ്ത് നോക്കും. അന്നേരം നമുക്ക് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ആൻസർ. ഇനി അത് കിട്ടുന്നില്ല, എഗെയിൻ നമുക്ക് കിട്ടുന്നത് 0/0 അല്ലെങ്കിൽ ∞/∞ പോലെയുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമുക്കൊരു ഫൈനൈറ്റ് ആൻസർ കിട്ടുന്നത് അന്നേരം വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതായത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f'(x) ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, f'(x) എടുക്കും, g'(x) ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, g'(x) എടുക്കും. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കും. അന്നേരം ഒരു ഫൈനൈറ്റ് ആൻസർ കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഉത്തരം. കിട്ടുന്നില്ല, വീണ്ടും നമുക്ക് 0/0 അല്ലെങ്കിൽ ∞/∞ പോലെയുള്ള ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണോ? അൺടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ്. എപ്പോൾ വരെ? ഇൻഡിറ്റർമിനേറ്റ് ഫോം ഇല്ലാണ്ടാവുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്. നോക്കിയോളൂ, ഇപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റ്ലി ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് √1 + 0, √1 എന്നുള്ളത് 1 വരും, -1/x 0 വരും അല്ലേ. അപ്പോൾ 1 - 1 0 ആണ്,
0/0 എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ശരിയാണല്ലോ. അപ്പോൾ ഞാനിവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നോക്കുക, റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ 1/2 റൂട്ട് 1 പ്ലസ് എക്സ് വരും, മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 വരും, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. ഇനിയിപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്തോളൂ. 1/2 ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സിന് പകരം 0. സോ 1/2 ഇൻറ്റു 1 ആൻസർ എന്താണ് വരിക? 1/2 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി 1/2 ഇസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ നമ്പർ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x² ഇൻറ്റു സൈൻ ഓഫ് 1/x? ലിമിറ്റിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0² ഇൻറ്റു സൈൻ 1/0. പലർക്കും സംശയമാണ്, സൈൻ 1/0 ഇൻഫിനിറ്റി ആണ്, സൈൻ ഇൻഫിനിറ്റി എന്താണെന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, സൈൻ ആണെങ്കിൽ അത് 100% ബൗണ്ടഡ് ആണ് അല്ലേ? നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x² ഇൻറ്റു സൈൻ 1/x എന്ന് പറയുമ്പോൾ, അതായത് 0² എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഇൻറ്റു സൈൻ എന്തും ആയിക്കോട്ടെ, സൈൻ എന്ത് വാല്യൂ ആയിക്കോട്ടെ, അത് ബൗണ്ടഡ് ആണ്. -1 to 1 അത് ബൗണ്ടഡ് ആണ് അല്ലേ? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ -1 മുതൽ 1 വരെയാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ -1 മുതൽ 1 വരെയുള്ള ഒരു വാല്യൂവിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഓപ്ഷൻ എ 0 ഇസ് ദ ആൻസർ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. x² ഇൻറ്റു സൈൻ 1/x ചോദിച്ചിട്ടുണ്ട്, എക്സ് ഇൻറ്റു സൈൻ 1/x ചോദിച്ചിട്ടുണ്ട്. ജനറലി ഒരു x റൈസ് ടു n ഇൻറ്റു സൈൻ 1/x വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും 0 ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഓക്കെ, അപ്പം എക്സോ x² x³ എന്താണെങ്കിലും പ്രശ്നമില്ല, ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, മൂന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x - 2/x² - 4? നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 2 - 2 വരും, താഴെ 2² - 4 വരും. 2 - 2 0 ആണ്, 4 - 4 0 ആണ്. അപ്പോൾ നമ്മൾ 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. നമ്മളിവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ എടുക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 - 2ൻ്റെ ഡെറിവേറ്റീവ് 0, x² ഡെറിവേറ്റീവ് 2x - 4ൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. 1/2 ഇൻറ്റു എക്സിന് പകരം 2 കൊടുക്കുക, ആൻസർ എന്ത് കിട്ടും? 1/4 വരും ആൻസർ. ഓപ്ഷൻ ബി 1/4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. ഹോസ്പിറ്റൽ റൂൾ അറിയാത്ത ഒരാൾക്ക് ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x - 2/x² - 4നെ നമുക്ക് x² - 2² എന്ന് എഴുതാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x - 2 താഴെ എന്ത് വരും? x + 2 ഇൻറ്റു x - 2 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അവിടെ x - 2 നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 1/2 + 2 ആൻസർ എന്താണ് കിട്ടുക? 1/4 വരും ആൻസർ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, നാലാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് sin² x വിത്ത് റെസ്പെക്ട് ടു cos² x? എന്താണ് ഒരു ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ നമ്മൾ ആ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് വിലയ്ക്ക് വ്യത്യാസം നമുക്ക് അറിയാത്തത്. മറ്റൊരു ഫംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ, ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് f(x) വിത്ത് റെസ്പെക്ട് ടു g(x) ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ f(x) ഡെറിവേറ്റീവ് f'(x) മുകളിൽ എഴുതുക, g(x)ൻ്റെ ഡെറിവേറ്റീവ് g'(x) താഴെ എഴുതുക. സോ f'(x/g'(x) ആണ് നമുക്കിവിടെ എന്ത് കിട്ടുക? ആൻസർ കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് sin² x വിത്ത് റെസ്പെക്ട് ടു cos² x എന്ന് പറഞ്ഞാൽ sin² xൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ എഴുതുക. ഓക്കെ, അപ്പോൾ എന്താണ് വരിക? അപ്പോൾ അത് കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ?
അപ്പോൾ ആദ്യം സ്ക്വയർ ഫംഗ്ഷനാണ് ഏറ്റവും പുറത്തുള്ളത്. അപ്പം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ സൈൻ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 sin x വരും. ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡിനോമിനേറ്ററിൽ വരും. അപ്പം 2 cos x ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പോൾ അവിടെ 2 നമുക്ക് കട്ട് ചെയ്യാം. സൈൻ എക്സ് കട്ട് ചെയ്യാം. കോസ് എക്സ് കട്ട് ചെയ്യാം. ആൻസർ എന്താണ് വരിക? -1 വരും ആൻസർ. ഓപ്ഷൻ സി -1 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 5ാമത്തെ ചോദ്യം നോക്കോളൂ. വാട്ട് ഈസ് ദ ഡിഫറൻഷിയേഷൻ ഓഫ് log x വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു log x എന്നുള്ളതാണ് ചോദ്യം. നോക്കുക, log x വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ log x വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല, log x ടു ദ ബേസ് എക്സ്. നോക്കണേ, log x ടു ദ ബേസ് എക്സ് എന്നാണ് വായിക്കുക. log x ടു ദ ബേസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ആണ്. ഓക്കെ, നമുക്കറിയാം. ഇപ്പോൾ log a ടു ദ ബേസ് b ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? log a ബൈ log b എന്ന് എഴുതാം. ശരിയല്ലേ? log a ടു ദ ബേസ് b ആണെങ്കിൽ നമുക്കതിനെ log a ബൈ log b എന്ന് എഴുതാം. അപ്പോൾ തീർച്ചയായിട്ടും log x ടു ദ ബേസ് x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് log x ബൈ log x ആയിരിക്കും. log x ബൈ log x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ശരിയല്ലേ? സോ വാട്ട് ഈസ് ദ ഡിഫറൻഷിയേഷൻ ഓഫ് log x ടു ദ ബേസ് x? log x ടു ദ ബേസ് x എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു log x എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? 1ൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 0 മുകളിൽ വരും. log xൻ്റെ ഡെറിവേറ്റീവ് 1/x താഴെ വരും. 0 ബൈ എനിത്തിങ് എന്താണ്? 0 ആണ്. സോ ഓപ്ഷൻ എ 0 ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇപ്പം വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഡെറിവേറ്റീവ് ഓഫ് sin x വിത്ത് റെസ്പെക്ട് ടു cos x എന്താണ് വരിക? sin xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു cos x. sin xൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള cos x മുകളിൽ വരും. cos xൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള മൈനസ് sin x താഴെ വരും. ഓക്കെ, ആൻസർ എന്താണ് കിട്ടുക? മൈനസ് cot x ആണ് ആൻസർ കിട്ടുക. ശരിയല്ലേ? cos x ബൈ sin x എന്താണ്? cot x. വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഡെറിവേറ്റീവ് ഓഫ് log x വിത്ത് റെസ്പെക്ട് ടു 1/x എന്താണ് വരിക? log xൻ്റെ ഡെറിവേറ്റീവ് 1/x മുകളിൽ വരും. 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x² താഴെ വരും. ഓക്കെ, സോ എന്താണ് കിട്ടുക? x² മുകളിൽ എടുക്കാം, താഴെ x ഉണ്ടാവും, മൈനസ് ഉണ്ടാവും. ഓക്കെ, ഒരു എക്സും സ്ക്വയറും കട്ട് ചെയ്താൽ ആൻസർ -x ആയി. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. ശരിയല്ലേ? ഈ ടൈപ്പ് ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാലോ. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ. ആദ്യം പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ എഴുതുക. വിത്ത് റെസ്പെക്ട് ടു ഏത് ഫംഗ്ഷനാണോ അതിൻ്റെ ഡെറിവേറ്റീവ് താഴെ എഴുതുക. സോൾവ് ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. ഇഫ് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഇസ് ഈക്വൽ ടു 2 അങ്ങനെയാണെങ്കിൽ dy/dx അറ്റ് y ഇസ് ഈക്വൽ ടു 1 എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇത് ഇംപ്ലിസിറ്റ് ഫോമിലുള്ള ഒരു ഫംഗ്ഷനാണ്. അതിനെ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് വരും. റൂട്ട് വൈയുടെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് വൈ വരും. വൈയുടെ ഡെറിവേറ്റീവ് dy/dx വരും. 2ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. ഓക്കെ, സോ അപ്പോൾ എന്താണ് കിട്ടുക? 1/2 റൂട്ട് വൈ dy/dx ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് ഇപ്പുറം വന്ന -1/2 റൂട്ട് എക്സ് വരും. അവിടെ നമുക്ക് 2 കട്ട് ചെയ്യാം. ബൈ റൂട്ട് വൈ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. dy/dx ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് റൂട്ട് വൈ ബൈ റൂട്ട് എക്സ്. ഓക്കെ, ഇനി വൈക്ക് 1 കൊടുക്കണം. അപ്പോൾ എക്സിന് വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഇസ് ഈക്വൽ ടു 2 ആണ്. ഇവിടുന്ന് വൈക്ക് 1 കൊടുത്തിട്ട് എക്സ് കണ്ടുപിടിക്കുക. കാരണം ഇവിടെ നമുക്ക് നമ്മുടെ ആൻസറിൽ എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. എക്സിനും വേണം സബ്സ്റ്റിറ്റ്യൂഷൻ, വൈക്കും വേണം സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, y 1 നമ്മുടെ കയ്യിലുണ്ട്. എക്സ് എന്താണെന്ന് അറിയില്ല. അത് നമുക്ക് എവിടെ എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷനിലേക്ക് കൊടുത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് വരിക? റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈക്ക് വരെ 1 കൊടുക്കുക ഇസ് ഈക്വൽ ടു 2. അതായത് റൂട്ട് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. അവിടുന്ന് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടുക? റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 1 വരും. അവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു 1² എന്താണ്? 1 ആണ് ആൻസർ കിട്ടുക.
സോ എക്സും 1 ആണ്, വൈയും 1 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം -√1/√1. ആൻസർ എന്താണ് കിട്ടുക? -1 ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. ഓപ്ഷൻ ഡി -1 ഈസ് ദ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 7ാമത്തെ ചോദ്യം. ഇഫ് y ഈസ് ഈക്വൽ ടു √cos x പ്ലസ് √cos x പ്ലസ് √cos x പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി, അങ്ങനെയാണെങ്കിൽ dy/dx എന്താണ്? ഓക്കെ, ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ, അതായത് ഒരു ഇൻഫൈനൈറ്റ് സീരീസ് പോലെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഇതേ ഫോർമാറ്റിലുള്ള ചോദ്യം ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട്. ആ ഒരു എളുപ്പവഴി ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കണേ, ഇത് ചെയ്യുന്ന എളുപ്പവഴി എന്താണ്? y ഈസ് ഈക്വൽ ടു √f(x) പ്ലസ് √f(x) പ്ലസ് √f(x). ഈ ഒരു ഫോർമാറ്റിൽ പോകുന്ന ചോദ്യമാണെന്ന് വിചാരിക്കുക. അപ് ടു ഇൻഫിനിറ്റി ഇങ്ങനെ പോകുന്നൊരു ചോദ്യമാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ, dy/dx കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇത്ര എടുത്താൽ മതി. f'(x) മുകളിൽ എഴുതുക, 2y - 1 താഴെ എഴുതുക. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. അതായത് f(x)ൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള f'(x) ഡിവൈഡഡ് ബൈ 2y - 1. അത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. ഓക്കെ, നോക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് വരിക? ഇവിടെ f(x) എന്ന് പറഞ്ഞാൽ ആരാണോ ഇൻസൈഡ് പോകുന്ന ഫംഗ്ഷൻ cos x, അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള, അപ്പോൾ നമുക്ക് dy/dx എഴുതാം. cos x-ൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള -sin x മുകളിൽ വരും, താഴെ 2y - 1 വരും. മനസ്സിലല്ലോ? cos x-ൻ്റെ ഡെറിവേറ്റീവ് -sin x മുകളിൽ വരും, താഴെ 2y - 1 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു -sin x ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു മൈനസ് ഇങ്ങോട്ട് പുറത്തെടുത്താൽ -(1 - 2y) എന്ന് കിട്ടും. നമുക്കിവിടെ മൈനസ് കട്ട് ചെയ്യാം. എന്താണ് കിട്ടുക? sin x ഡിവൈഡഡ് ബൈ 1 - 2y എന്ന് കിട്ടും. ശരിയല്ലേ? സോ ഓപ്ഷൻ ബി sin x ഡിവൈഡഡ് ബൈ 1 - 2y എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ വരിക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി അല്ലാണ്ട് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? y ഈസ് ഈക്വൽ ടു √cos x പ്ലസ് √cos x പ്ലസ് √cos x പ്ലസ് എക്സെട്ര. ഇതാണ് നമ്മുടെ ചോദ്യം. അപ് ടു ഇൻഫിനിറ്റി ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോക്കുക, ഈ ഏറ്റവും പുറമേ ഉള്ള റൂട്ട് ഉണ്ടല്ലോ, നിങ്ങൾ ഈ കാണുന്ന റൂട്ടിൽ ഏറ്റവും പുറമേ നിങ്ങൾ കാണുന്ന ഈ റൂട്ട് ഉണ്ടല്ലോ, ഏറ്റവും പുറമേ ഉള്ള റൂട്ട്, അത് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. റൂട്ട് ഇപ്പുറം വരുമ്പോൾ എന്താവും? സ്ക്വയർ ആവും. അപ്പോൾ y² ഈക്വൽ ടു എന്തെന്ന് വരും? ഏറ്റവും പുറമേ ഉള്ള റൂട്ട് പോയാൽ ബാക്കി cos x ഉണ്ടാവും, ബൈ എന്താണ്? √cos x പ്ലസ് എന്ത് വരും? √cos x പ്ലസ് എക്സെട്ര. ശരിയല്ലേ? സോ നോക്കിയേ, ഈ കാണുന്ന സംഭവം എന്താണ്? √cos x പ്ലസ് √cos x പ്ലസ് എക്സെട്ര. എന്താ സംഭവം? ഇതല്ലേ? y അല്ലേ? ഈ √cos x പ്ലസ് √cos x പ്ലസ് എക്സെട്ര, അതേ സാധനമല്ലേ ഇത്? അതെന്താണ്? y ആണെന്ന് നമുക്കറിയാലോ. ശരിയല്ലേ? സോ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? y കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ y² ഈക്വൽ ടു cos x പ്ലസ് y എന്ന് വരും. ഇത് സോൾവ് ചെയ്താൽ, ഇതിപ്പോൾ ഇംപ്ലിസിറ്റ് ഫോമിലുള്ള ഒരു ഇക്വേഷനാണ്. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് dy/dx എടുക്കാം. y² ഡെറിവേറ്റീവ് 2y, y-യുടെ ഡെറിവേറ്റീവ് dy/dx, cos x-ൻ്റെ ഡെറിവേറ്റീവ് -sin x പ്ലസ് y-യുടെ ഡെറിവേറ്റീവ് എന്താണ്? dy/dx. ഇവിടുന്ന് dy/dx ഒരുമിച്ചാക്കാം. 2y ഇൻറ്റു dy/dx മൈനസ് dy/dx ഈക്വൽ ടു -sin x. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ നിന്ന് dy/dx ഇങ്ങോട്ട് പുറത്തെടുക്കാം. dy/dx ഇൻറ്റു 2y - 1 ഇസ് ഈക്വൽ ടു -sin x എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? dy/dx കണ്ടുപിടിക്കാം. dy/dx ഈക്വൽ ടു -sin x ഡിവൈഡഡ് ബൈ 2y - 1. ഈ ആൻസറാണ് നമ്മൾ നേരത്തെ എഴുതിയത്. ശരിയല്ലേ? വേണ്ട, ഈ f'(x) ഡെറിവേറ്റീവ് നോക്കിയേ, ഈ കാണുന്ന സ്റ്റെപ്പിലേക്ക് എത്തി നമ്മൾ. -sin x ബൈ 2y - 1ലേക്ക് നമ്മൾ എത്തി. ശരിയല്ലേ? ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ ആൻസറായി. -sin x ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ -(1 - 2y) എന്ന് വരും. മൈനസ് കട്ട് ചെയ്തെടുത്താൽ എന്താണ്? sin x ഡിവൈഡഡ് ബൈ 1 - 2y അല്ലേ? sin x ഡിവൈഡഡ് ബൈ 1 - 2y. ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ അവിടെ വേറെ ഫങ്ഷൻസ് വന്നാലും നമുക്ക് ഇതേ പ്രോസസ്സ് അപ്ലൈ ചെയ്യാം.
നോക്കിയേ, വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പോൾ y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടാൻ എക്സ് ആണെന്ന് വെച്ചോളൂ. ടാൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് ടാൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് ടാൻ എക്സ് പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആണ് എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, dy/dx എടുക്കാം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ എക്സ് മുകളിൽ വരും, ഡിവൈഡഡ് ബൈ എന്താണ് 2y മൈനസ് 1. ഓക്കെ, എഫ് ഡാഷ് എക്സ് മുകളിൽ വരും, ഡിവൈഡഡ് ബൈ 2y മൈനസ് 1. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. നോക്കാം. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് 1/t, വൈ ഇസ് ഈക്വൽ ടു ടി മൈനസ് 1/t. അങ്ങനെയാണെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നോക്കാം. ഇത് പാരാമെട്രിക് ഫോമിലാണ്. എക്സ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ടി ആണ്, വൈ എന്ന് പറയുന്നതും ഇൻ ടേംസ് ഓഫ് ടി ആണ്. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് പാരാമെട്രിക് ഫോമിലുള്ള ഇക്വേഷനാണ്. ഇപ്പോൾ dy/dx കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? dy/dx എന്ന് പറയുന്നത് dy/dt ബൈ dx/dt കണ്ടുപിടിക്കണം അല്ലേ? വൈനെ ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ബൈ എക്സിനെയും ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വൈനെ ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടിയുടെ ഡെറിവേറ്റീവ് 1 മൈനസ് 1/tയുടെ ഡെറിവേറ്റീവ് മൈനസ് 1/t². എക്സിനെ ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടിയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1/tയുടെ ഡെറിവേറ്റീവ് മൈനസ് 1/t². സോ ഇത് 1 പ്ലസ് 1/t² വരും, താഴെ 1 മൈനസ് 1/t² വരും. ഓക്കെ, ക്രോസ് ചെയ്തെടുത്താൽ എന്താണ് കിട്ടുക നമുക്ക്? ഈക്വൽ ടു t² പ്ലസ് 1/t² ഡിവൈഡഡ് ബൈ t² മൈനസ് 1/t². t² കട്ട് ചെയ്യാൻ നമുക്ക് എന്താണ് കിട്ടുക? t² പ്ലസ് 1 ഡിവൈഡഡ് ബൈ t² മൈനസ് 1. ശരിയാണല്ലോ? സോ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dy/dx കിട്ടി. സോ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാം? d² y/dx² കണ്ടുപിടിക്കാം. dy/dx is equal to t² plus 1/t² minus 1. t² plus 1 divided by t² minus 1. d² y/dx² equal to, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. t² plus 1/t² minus 1നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അതിനുശേഷം, കാരണം എക്സ് ഇൻ ടേംസ് ഓഫ് ടിയിലാണ്, അപ്പോൾ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അതിനുശേഷം ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, ഈ ഒരു പാരാമെട്രിക് ഫോമിലെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ചെയിൻ റൂളിൻ്റെ കാര്യം പലരും മറന്നു പോകും. ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ആദ്യമേ ഇതൊരു ഫ്രാക്ഷനാണ്, അവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ എന്താണ്? t² മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ t² ഡെറിവേറ്റീവ് 2t പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആവും, മൈനസ് ന്യൂമറേറ്റർ t² പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ t²ൻ്റെ ഡെറിവേറ്റീവ് 2t വരും, ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ t² മൈനസ് 1ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇത് എഴുതിയതിന് ശേഷം ഒരു കാര്യം മറന്നു പോകരുത്, ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് dt/dx. സോ അപ്പോൾ ഇതെന്താണ് വരിക നോക്കാം നമുക്ക്. ന്യൂമറേറ്ററിൽ രണ്ട് ടേംസിലും 2t ഉണ്ട് അല്ലേ? 2t ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്തോളൂ. 2t ഇൻറ്റു ഫസ്റ്റ് ടേമിൽ നിന്ന് 2t പോയാൽ ബാക്കി t² മൈനസ് 1 ഉണ്ടാവും, മൈനസ് ഓഫ് t² പ്ലസ് 1 ഉണ്ടാവും, ബ്രാക്കറ്റൊക്കെ പ്രോപ്പറായിട്ട് ഇടണേ കേട്ടോ. ഡിവൈഡഡ് ബൈ എന്താണ്? t² മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു dt/dx. അതെന്താണ് വരിക? dx/dtയുടെ റെസിപ്രോക്കലാണ് dt/dx. ഇപ്പോൾ dx/dt നമ്മുടെ കയ്യിലുണ്ട്, വേണ്ട ഈ കാണുന്ന സാധനം dx/dt 1 മൈനസ് 1/t² ആണ് അല്ലേ? dx/dt എന്ന് പറഞ്ഞാൽ എന്താണ്? dx/dt എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/t² ആണ്. ഇത് ക്രോസ് ചെയ്താൽ t² മൈനസ് 1/t² കിട്ടും. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, ശരിയല്ലേ? dt/dx എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ t² മുകളിൽ വരും, t² മൈനസ് 1 താഴെ വരും. ഓക്കെ, അപ്പോൾ ഇൻറ്റു എന്താണ് വരിക? t² ഡിവൈഡഡ് ബൈ t² മൈനസ് 1. ഓക്കെ, ഇതെന്ത് വരും എന്നുള്ളത് നോക്കി നോക്കാം നമുക്ക്. ന്യൂമറേറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോളൂ. is equal to 2t ഇൻറ്റു t² മൈനസ് 1
മൈനസ് ടി സ്ക്വയർ മൈനസ് 1 അല്ലേ, മൈനസ് ടി സ്ക്വയർ മൈനസ് 1 വരും, ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലേ, ടി സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ മൈനസ് 1. ശരിയാണല്ലോ. അപ്പോൾ പ്ലസ് ടി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി എന്താണ് വരിക, 2t ഇൻറ്റു മൈനസ് 1 മൈനസ് 2 വരും, ഇൻറ്റു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1. ഇപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. അതേപോലെ ടി സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ മൈനസ് 1 ഹോൾ ക്യൂബ് വരും. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4 വരും, ടി ഇൻറ്റു ടി സ്ക്വയർ ടി ക്യൂബ് വരും, ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ മൈനസ് 1 ഹോൾ ക്യൂബ്. ഓക്കെ, സോ ആൻസർ ഉണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, ആ ഡിനോമിനേറ്ററും കൂടെ പവറായിട്ട് മുകളിലേക്ക് എടുക്കാം നമുക്ക്. നോക്കണേ. സോ ഇതിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, സീക്വൽ ടു മൈനസ് 4t ക്യൂബ് ഇൻറ്റു താഴെയുള്ള സാധനം മുകളിലേക്ക് വരിക, 1/x⁻n നമുക്ക് x⁻n എന്ന് എഴുതാമല്ലോ. അതേപോലെ ഈ ടി സ്ക്വയർ മൈനസ് 1 ഹോൾ റൈസ് ടു -3 എന്ന് വരും അല്ലേ, മൈനസ് 4t ക്യൂബ് ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 ഹോൾ റൈസ് ടു -3. സോ മൈനസ് 4t ക്യൂബ് ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 ഹോൾ റൈസ് ടു -3. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരിക, മൈനസ് 4t ക്യൂബ് ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 ഹോൾ റൈസ് ടു -3. ഇതായിരുന്നു 7ാമത്തെ ചോദ്യം. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇഫ് y ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ്, അങ്ങനെയാണെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ എന്താണെന്നാണ് ചോദ്യം. സിമിലർ ചെയിൻ റൂള് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. അതായത് ചെയിൻ റൂളിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അത് നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സൈൻ എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സിന് എക്സ് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റിയാൽ ഡി എക്സ് ബൈ ഡി വൈ എടുക്കുക, ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ എടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റിയ, പക്ഷേ ഇത് അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് എടുക്കുക ആദ്യം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് വരും, ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. ശരിയല്ലേ. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, എന്താണ് ഡി എക്സ് ബൈ ഡി വൈ. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ത് വരും, 1 cos x പ്ലസ് ഇ റൈസ് ടു എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ എന്ന് പറഞ്ഞു അല്ലേ. ഡി എക്സ് ബൈ ഡി വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. സോ നമ്മുടെ കയ്യിൽ ഡി എക്സ് ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു 1 cos x പ്ലസ് ഇ റൈസ് ടു എക്സ് ഉണ്ട്, 1 cos x പ്ലസ് ഇ റൈസ് ടു എക്സ്. അപ്പം ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. 1 ഇപ്പോൾ ഇത് ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. ചെയിൻ റൂൾ മറന്നു വരുന്നത്. 1/x ഡെറിവേറ്റീവ് -1/x സ്ക്വയർ. അപ്പോൾ -1 cos x പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ സ്ക്വയർ വരും. ഓക്കെ, ഇൻറ്റു cos x ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡി എക്സ് ബൈ ഡി വൈ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ കാണുന്ന മൈനസ് അങ്ങ് ഉള്ളിലേക്ക് കൊടുക്കാം അല്ലെ, മൈനസ് ഉള്ളിലേക്ക് കൊടുക്കാം. എന്താണ് വരിക, മൈനസ് ഓഫ് മൈനസ് സൈൻ എക്സ് വരും, മൈനസ് ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ. ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സിൻ്റെ റെസിപ്രോക്കൽ. ഡി എക്സ് ബൈ ഡി വൈ നമ്മൾ ഓൾറെഡി കിടപ്പുണ്ട്, ഈ കാണുന്ന സാധനമാണ്. ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താ, 1 cos x പ്ലസ് ഇ റൈസ് ടു എക്സ്, 1 cos x പ്ലസ് ഇ റൈസ് ടു എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, സൈൻ എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക, കോസ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ ക്യൂബ് വരും ആൻസർ. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് ബൈ കോസ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ ക്യൂബ്. സൈൻ എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് ബൈ കോസ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ ക്യൂബ്. ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. നെക്സ്റ്റ് 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ വെരി വെരി ഇമ്പോർട്ടൻ്റ്, മാർക്ക് ചെയ്ത് പഠിക്കുക. Phi is the inverse of f and f dash of x is 1/1 plus x raised to n
അങ്ങനെയാണെങ്കിൽ ഫൈ ഡാഷ് ഓഫ് എക്സ് എന്താണെന്നാണ് ചോദ്യം. നോക്കുക, ഫൈ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് ആണ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഇപ്പുറം വന്നാൽ ഫംഗ്ഷൻ ആവും. എഫ് ഇൻവേഴ്സ് ഇപ്പുറം വന്നാൽ എഫ് എന്ന് വരും. എഫ് ഓഫ് ഫൈ ഓഫ് എക്സ് ആണ് എന്ത് വരിക? എക്സ് വരിക, അല്ലേ? ശരിയാണല്ലോ. സോ ഇതിനെ എന്ത് ചെയ്യുക? ഇപ്പോൾ എഫ് ഇപ്പുറം വന്നാൽ എഫ് ഇൻവേഴ്സ് എക്സ് ആവും, ശരിയല്ലേ? ഇതിനെ ചെയിൻ റൂൾ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നോക്കിക്കോളൂ, എഫിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് വരും ഓഫ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈയുടെ ഡെറിവേറ്റീവ് ഫൈ ഡാഷ് ഓഫ് എക്സ് വരും. ദാറ്റ്സ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. സോ ഇവിടെ നമുക്ക് ഫൈ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ് വരിക? നോക്കിക്കോളൂ, ഫൈ ഡാഷ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഫൈ ഡാഷ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്, ശരിയല്ലേ? 1/1 പ്ലസ് എക്സ് റൈസ് ടു എൻ. ഫൈ ഡാഷ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് ഫൈ ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഈ സ്റ്റെപ്പ് ഓക്കെ ആണോ? ഈ കാണുന്ന എഫ് ഡാഷ് ഫൈ ഓഫ് എക്സിന് പകരം ഈ എഫ് ഡാഷ് എക്സിൽ എക്സിന് പകരം ഫൈ ഓഫ് എക്സ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെയും എക്സിന് പകരം ഫൈ ഓഫ് എക്സ് കൊടുക്കണം. എക്സിന് പകരം ഫൈ ഓഫ് എക്സ് കൊടുത്താൽ 1/1 പ്ലസ് ഫൈ ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് വരും ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് എക്സ് 1. അപ്പോൾ നമുക്ക് ഫൈ ഡാഷ് ഓഫ് എക്സ് ആണെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ പോരെ. സോ ഫൈ ഡാഷ് ഓഫ് എക്സ് എന്താണ് കിട്ടുക? 1 പ്ലസ് ഫൈ ഓഫ് എക്സ് റൈസ് ടു എൻ. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി 1 പ്ലസ് ഫൈ ഓഫ് എക്സ് റൈസ് ടു എൻ ഇസ് ദ ആൻസർ. ക്ലിയർ ആണല്ലോ? വലിയ പ്രയാസമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനാണ്. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഫസ്റ്റിലേ നമ്മൾ ചെയ്യുന്ന 1-2 സ്റ്റെപ്പുകൾ അങ്ങനെ തോന്നണം നമുക്ക്, അല്ലെങ്കിൽ ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമാണ്. ഇങ്ങനെ തോന്നി ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ലാണ്ട് ഇത് ചെയ്യാം. അപ്പോൾ ഈ സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ എക്സാമിന് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് മറന്നു പോകണ്ട. ഓക്കെ, 11ാമത്തെ ചോദ്യം നോക്കോളൂ. സോറി, 10ാമത്തെ ചോദ്യം അല്ലേ? 9, 10ാമത്തെ ചോദ്യം. y is equal to 1 plus x raised to 1/4 into 1 plus x raised to 1/2 into 1 minus x raised to 1/4. അപ്പോൾ നോക്ക്, ഈ രണ്ട് ടേംസ് ഒന്ന് ഒരുമിച്ച് വായിച്ചു നോക്കിയേ. 1 plus x raised to 1/4 into 1 minus x raised to 1/4 a plus b into a minus b. ദാറ്റ് ഈസ് എന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് 1 സ്ക്വയർ മൈനസ് എക്സ് റൈസ് ടു 1/4ൻ്റെ സ്ക്വയർ. എന്ത് വരും? 1 മൈനസ് എക്സ് റൈസ് ടു 1/2. 2ഉം 4ഉം കട്ടായാൽ 1/2. സോ അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പോൾ y എങ്ങനെ വരുവാടാ? y ഇസ് ഈക്വൽ ടു, ഞാൻ അണ്ടർലൈൻ ചെയ്ത രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 മൈനസ് എക്സ് റൈസ് ടു 1/2 ആണ് കിട്ടുക. ഇൻറ്റു എന്തുണ്ട്? 1 പ്ലസ് എക്സ് റൈസ് ടു 1/2 ഉണ്ട്. സോ ഇവിടെ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 1 സ്ക്വയർ 1 വരും. എക്സ് റൈസ് ടു 1/2ൻ്റെ സ്ക്വയർ എക്സ് വരും. എക്സ് റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ആണ്. y is equal to 1 മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് dy/dx എടുക്കാം. 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ആൻസർ എന്താണ്? -1. ഓപ്ഷൻ ബി -1 ആണ് ആൻസർ കിട്ടുക. ഇതായിരുന്നു 10ാമത്തെ ചോദ്യം. നെക്സ്റ്റ് 11ാമത്തെ ചോദ്യം നോക്കോളൂ. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എയുടെ ഡെറിവേറ്റീവ്. നേരിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമാണ്. പക്ഷേ ഒരു റിസൾട്ട് ഓർമ്മയുള്ളവർക്ക് ഇത് എളുപ്പമാണ്. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താണ്? ഡെഫിനിറ്റ് എന്താണ്? ഇൻ്റഗ്രൽസ് ഓഫ് സം ഡെഫിനിറ്റ് ഫങ്ഷൻസ് അതിനകത്തും പഠിക്കുന്നുണ്ട്. അതായത് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനകത്ത് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനും എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് എപ്പോഴും യൂസ് വരുന്ന ഇക്വേഷനാണ്. ഇൻ്റഗ്രൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് ഓർമ്മയുണ്ടോ? x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ശരിയല്ലേ? സോ ഇൻ്റഗ്രൽ അപ്പുറം പോയാൽ എന്താവും? ഡെറിവേറ്റീവ് ആവും. അതായത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ 1/2 ഇങ്ങോട്ട് പുറത്തെടുത്തോളൂ. 1/2 പുറത്തെടുത്താൽ ബാക്കി ഡെറിവേറ്റീവ് ഓഫ് എന്താണ്? എക്സ് ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. സിയുടെ ഡെറിവേറ്റീവ് എന്താവും? 0 ആവും. ഇങ്ങനെ വരില്ലേ? ഇതല്ലേ നമ്മുടെ ചോദ്യം? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ്
എ സ്ക്വയർ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ് ക്വസ്റ്റ്യൻ. സോ ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? 2 ഇങ്ങോട്ട് കൊടുത്താൽ പോരെ, 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക, 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ? ഇതായിരുന്നു 11. അടുത്ത 12ാമത്തെ ചോദ്യം നോക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 12. If x is equal to k into theta plus sin theta, y is equal to k into 1 plus cos theta, what is the derivative of y with respect to x at theta is equal to pi by 2? നോക്കിയോളൂ. dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. dy by dxൻ്റെ ഇക്വേഷൻ എന്താ? dy by d theta divided by dx by d theta. ശരിയല്ലേ? dy by d theta എന്ന് പറഞ്ഞാൽ തീറ്റ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ k കോൺസ്റ്റൻറ്റ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0, കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ k ഇൻറ്റു തീറ്റ ഡെറിവേറ്റീവ് 1, സൈൻ തീറ്റ ഡെറിവേറ്റീവ് എന്താണ്? കോസ് തീറ്റ. നമുക്ക് k കട്ട് ചെയ്യാം, ബാക്കി എന്തുണ്ടാവും? മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റയാണ് കേട്ടോ, ഇവിടെ കോസ് തീറ്റയാണേ. യെസ്, മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. റിസൾട്ട് അപ്ലൈ ചെയ്യാലോ. മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, അതായത് നമ്മുടെ യൂട്യൂബിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. എന്താണ്? സൈൻ തീറ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ആണ്. ശരിയല്ലേ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ആംഗിൾ ഫോർമുല പ്രകാരം 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ആണ്. അതേപോലെ 1 പ്ലസ് കോസ് തീറ്റ, 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. ഓക്കെ, അത് നമ്മളിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ തീറ്റയ്ക്ക് പകരം 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു നമ്മൾ? 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 കട്ട് ചെയ്യാം, ഒരു കോസ് തീറ്റ ബൈ 2 സ്ക്വയറും കട്ട് ചെയ്യാം, ബാക്കി ഒരു മൈനസ് ഉണ്ട്. സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 എന്താണ്? ടാൻ തീറ്റ ബൈ 2. ഓക്കെ, അറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. dy ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2. സോ മൈനസ് ടാൻ പൈ ബൈ 2 ബൈ 2 എന്ന് വരും, അത് പൈ ബൈ 4 വരും. ടാൻ 45 എന്താണ്? 1. അപ്പോൾ മൈനസ് 1 വരും ആൻസർ. ഓപ്ഷൻ എ മൈനസ് 1 ഈസ് ദ ആൻസർ. ഓക്കെ അല്ലേ? ഇതായിരുന്നു 12ാമത്തെ ചോദ്യം. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. ഫോർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ എഫ് ഓഫ് 0 എന്ന് പറയുന്നതും എഫ് ഓഫ് 1 എന്ന് പറയുന്നതും 0 ആണ്. എഫ് ഡാഷ് 1 2 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് ഓഫ് 0 എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ആദ്യം എന്താ കണ്ടുപിടിക്കാം? നമുക്ക് ജി ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ഇവിടെ പ്രോഡക്റ്റ് റൂളാണ്, രണ്ട് ഫംഗ്ഷനിലും എക്സ് ഉണ്ട്. ഫസ്റ്റ് ഇൻറ്റു, അതായത് എഫ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് തന്നെ ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് മറന്നു വരുത്. ചെയിൻ റൂൾ അല്ലേ? ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ടാണ് നമ്മളത് പൊതുവെ എഴുതാത്തത്. ഇവിടെ ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് ആണ്. ഇ റൈസ് ടു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്. ചെയിൻ റൂൾ അല്ലേ? പ്ലസ് സെക്കൻഡ് ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എഫിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഇ റൈസ് ടു എക്സ്. അകത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ജി ഡാഷ് 0 ആണ് വേണ്ടത്. നോക്കിയോളൂ, ജി ഡാഷ് 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇ റൈസ് ടു 0 അല്ലെ? എക്സിന് 0 കൊടുത്താൽ ഇ റൈസ് ടു 0 എന്താ? ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ എഫ് ഓഫ് 1 ഇൻറ്റു ഇ റൈസ് ടു എഫ് ഓഫ് 0, എക്സിന് 0 കൊടുത്താൽ ഇൻറ്റു എഫ് ഡാഷ് 0 പ്ലസ് ഇ റൈസ് ടു എഫ് ഓഫ് 0 ഇൻറ്റു എഫ് ഡാഷ് ഇ റൈസ് ടു 0 1 ഇൻറ്റു ഇ റൈസ് ടു 0 1. ഓക്കെ, നോക്കുക,
എഫ് ഓഫ് 1 ഇൻറ്റു എഫ് ഓഫ് 1 ക്വസ്റ്റ്യനിലുണ്ട്, എഫ് ഓഫ് 1 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടേം കംപ്ലീറ്റ് 0 ആയിപ്പോയില്ലേ, കാരണം 0 ഇൻറ്റു എന്നല്ലേ തുടങ്ങുന്നത്, ബാക്കി നോക്കണ്ടല്ലോ. ഇനി അടുത്ത ടേം നോക്കിയോളൂ, ഇ റൈസ് ടു എഫ് ഓഫ് 0, എഫ് ഓഫ് 0 1 ആണ്, എഫ് ഓഫ് 0 എന്ന് പറയുന്നതും എഫ് ഓഫ് 1 എന്ന് പറയുന്നതും 0 ആണ്, എഫ് ഓഫ് 0 0 ആണ്, അപ്പോൾ ഇ റൈസ് ടു 0 വരും, ഇൻറ്റു എഫ് ഡാഷ് 1, എഫ് ഡാഷ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇൻറ്റു 1. ഓക്കെ, ഇ റൈസ് ടു 0 1 ആണ്, എനി നമ്പർ റൈസ് ടു 0 1 ആണ്, 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ് ആൻസർ കിട്ടുക. സോ ഓപ്ഷൻ ബി 2 ഇസ് ദ ആൻസർ. ഓക്കെ അല്ലേ, പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ഈസിയാണ്, ശ്രദ്ധിച്ച് പഠിക്കുക, പ്രയാസമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, 14ാമത്തെ ചോദ്യം. If x is equal to cos 2t, y is equal to sin square t, what is d square y by dx square എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആദ്യം എന്ത് കണ്ടുപിടിക്കുക, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വേണമെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് വേണം, പാരാമെട്രിക് ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പാരാമെട്രിക് ഫോമിൽ വിത്ത് പാരാമീറ്റർ ടി ആണ്, ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. വൈനെ ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള സ്ക്വയർ ഫംഗ്ഷൻ ആണ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്, ഇപ്പോൾ 2 സൈൻ ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. കോസ് 2tയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2t വരും അല്ലേ, ഇൻറ്റു 2tയുടെ ഡെറിവേറ്റീവ് എന്താണ്, 2tയുടെ ഡെറിവേറ്റീവ് 2 വരും. ശരിയാണല്ലോ, കോസ് 2tയുടെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്, അപ്പോൾ കോസ് 2tയുടെ മൈനസ് സൈൻ 2tയുടെ ഡെറിവേറ്റീവ് 2 വരും. ഇനി നമുക്ക് 2 കട്ട് ചെയ്യാം. ഓക്കെ, സോ എന്താണ് കിട്ടുക, സൈൻ ടി ഇൻറ്റു കോസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് സൈൻ 2t എന്ന് പറഞ്ഞാൽ 2 സൈൻ ടി കോസ് ടി ആണ്. ഇവിടെ നമുക്ക് സൈൻ ടി കട്ട് ചെയ്യാം, കോസ് ടി കട്ട് ചെയ്യാം, സോ മൈനസ് 1/2 വരും. ഇതാണ് എന്ത് വരിക, ഡി വൈ ബൈ ഡി എക്സ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/2 കോൺസ്റ്റൻ്റ് അല്ലേ, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആവും. ഓക്കെ, ഓപ്ഷൻ എ 0 ആണ് ആൻസർ കിട്ടുക. ശരിയല്ലേ, ഇനി നോക്കേണ്ട ആവശ്യമില്ല, സിമ്പിളാണ്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആയി. മറ്റേത് സൈൻ 2t 2 സൈൻ ടി കോസ് ടി അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്ത് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ റിസൾട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത 15ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. What is the derivative of log 5 to the base x with respect to log x to the base 5? ഓക്കെ, അപ്പോൾ ഈ log 5 to the base xൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ വരണം, log x to the base 5ൻ്റെ ഡെറിവേറ്റീവ് താഴെ വരണം. ഓക്കെ, അപ്പോൾ മുകളിൽ വരേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് log 5 to the base xനെ log 5 by log x എന്ന് എഴുതാം. കാരണം എന്താ, നേരത്തെ പഠിച്ചു നമ്മൾ, log a to the base b എന്ന് പറഞ്ഞാൽ എന്താണ്, അത് log a ബൈ log b ആണ്. ഓക്കെ, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം നമുക്ക്. ഇവിടെ log 5 കോൺസ്റ്റൻ്റ് ആണ്, ഇങ്ങോട്ട് പുറത്തെടുക്കാം. ബാക്കി 1 log x, 1 എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 എക്സ് സ്ക്വയർ ആണ്, അപ്പോൾ മൈനസ് 1 log എക്സിൻ്റെ സ്ക്വയർ വരും, ഇൻറ്റു log എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 1 എക്സ്. ഇയാളാണ് മുകളിൽ വരേണ്ടത്. ഓക്കെ, താഴെ വരേണ്ട ആളാരാണോ നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് ഇയാളുടെ ഡെറിവേറ്റീവ് ലോഗ് എക്സ് ടു ദ ബേസ് 5 എന്ന് പറയുന്നത് log x ബൈ log 5 ആണ്. അവിടുന്ന് എന്ത് ചെയ്യാം, 1 log 5 ഇങ്ങോട്ട് പുറത്തെടുക്കാം, log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എക്സ് വരും. ഓക്കെ, അതായത് 1 എക്സ് ഇൻറ്റു log 5 എന്ന് വരും. ശരിയാണോ, ഇയാൾ താഴെ വരണം അല്ലേ. സോ അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരിക, ഈ സാധനം മുകളിൽ വരണം അല്ലേ, ഇത് മുകളിൽ വരണം, ഇത് താഴെ വരണം. ശരിയല്ലേ, log 5 ടു ദ ബേസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ വരണം, അതായത് log 5 ഇൻറ്റു മുകളിലൊരു -1 ഉണ്ട്, ഇങ്ങനെ തന്നെ എഴുതിക്കോളൂ, -1 log എക്സിൻ്റെ സ്ക്വയർ ഇൻറ്റു 1 എക്സ്. ഇതേ ഡിവൈഡഡ് ബൈ ആര് വരും, 1 എക്സ് log 5 വരും. 1 എക്സ് log 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും എക്സ് log 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒന്നും തന്നെയല്ലേ, റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. ഡിവൈഡഡ് ബൈ 1 എക്സ് log 5 എന്ന് വരും. ആ എക്സ് log 5 നേരെ മണ്ടക്കോട്ടും എടുത്തോട്ടെ ഞാൻ. ഓക്കെ, എന്താണ് വരിക, ഇവിടെ നമുക്കൊരു എക്സും കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു മൈനസ് ഉണ്ട്, log 5 ഇൻറ്റു log 5 എന്താണ് വരിക, log 5ൻ്റെ സ്ക്വയർ വരും, ഡിവൈഡഡ് ബൈ എന്തുണ്ട്,
ലോഗ് എക്സിൻ്റെ സ്ക്വയർ ഉണ്ട്. ഓക്കെ, സോ മൈനസ് ലോഗ് 5 സ്ക്വയർ ബൈ ലോഗ് എക്സ് സ്ക്വയർ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 5 ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ മൈനസ് ലോഗ് എ ബൈ ലോഗ് ബി. ലോഗ് എ ബൈ ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ടു ദ ബേസ് ബി ആണ്. സോ ലോഗ് 5 ടു ദ ബേസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ. ഉണ്ടോ നോക്കിക്കേ. പവറിലെല്ലാം -2 ആണല്ലേ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ലോഗ് എ ടു ദ ബേസ് ബി റൈസ് ടു n ആണെങ്കിൽ നേരെ നമ്മൾ ബേസ് തിരിച്ചാൽ ലോഗ് ബി ടു ദ എ ആക്കിയാൽ അതെന്താവും? റൈസ് ടു -n ആവും. ശരിയല്ലേ? അപ്പം 2നെ -2 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലോഗ് 5 ടു ദ ബേസ് എക്സ് എന്നുള്ളത് എക്സ് ടു ദ ബേസ് 5 ആക്കിയാൽ മതി, റൈസ് ടു -2. ശരിയല്ലേ? പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ലോഗ് 5 ടു ദ ബേസ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് 5 ബൈ ലോഗ് എക്സ് ആണ്. ശരിയല്ലേ? അതിൻ്റെ സ്ക്വയർ ആണ്. അത് റൈസ് ടു -2 ആക്കണമെങ്കിൽ 1/, ആക്കണം. ഇത് നേരെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ വഴി നേരെ മുകളിൽ പോകും. ലോഗ് എക്സ് മുകളിൽ വരും, ലോഗ് 5 താഴെ വരും. അപ്പോൾ ലോഗ് എക്സ് ടു ദ ബേസ് 5 ആവും. അതങ്ങനെ ചെയ്ത് 2 സ്റ്റെപ്പ് കളയണ്ട. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ എളുപ്പമല്ലേ. ലോഗ് എ ടു ദ ബേസ് ബിയുടെ പവറിൽ n ആണെങ്കിൽ ലോഗ് ബി ടു ദ ബേസ് എ ആക്കുകയാണെങ്കിൽ -n ആവും. അപ്പോൾ നമുക്ക് 2 ആണ് നിലവിൽ കിട്ടിയത്, പക്ഷേ ഓപ്ഷൻ എല്ലാം -2 ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് തിരിക്കുന്നു. ലോഗ് 5 ടു ദ ബേസ് എക്സ് എന്നുള്ളത് ലോഗ് എക്സ് ടു ദ ബേസ് 5 ആക്കുന്നു. അപ്പോൾ മൈനസ് ലോഗ് എക്സ് ടു ദ ബേസ് 5 റൈസ് ടു -2. ഓപ്ഷൻ എ അല്ലേ? കറക്റ്റ് ആണല്ലോ. യെസ്, ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. മൈനസ് ലോഗ് എക്സ് ടു ദ ബേസ് 5 റൈസ് ടു -2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 16ാമത്തെ ചോദ്യം. ഇഫ് 3 റൈസ് ടു എക്സ് പ്ലസ് 3 റൈസ് ടു വൈ ഇസ് ഈക്വൽ ടു 3 റൈസ് ടു എക്സ് പ്ലസ് വൈ, ദെൻ വാട്ട് ഈസ് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. നമുക്ക് 3 റൈസ് ടു എക്സ് പ്ലസ് 3 റൈസ് ടു വൈ ഈക്വൽ ടു 3 റൈസ് ടു എക്സ് പ്ലസ് വൈനെ 3 റൈസ് ടു എക്സ് ഇൻറ്റു 3 റൈസ് ടു വൈ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്നില്ല, ഒറ്റയടിക്കൊന്നും ചെയ്യാം നമുക്ക്. 3 റൈസ് ടു എക്സ് പ്ലസ് വൈ. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്തോളൂ. dy ബൈ ഡി എക്സ് ഇംപ്ലിസിറ്റ് ആണ്. ഇപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 3 റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 3 റൈസ് ടു എക്സ് ലോഗ് 3 വരും അല്ലേ. എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുന്നതാണ് മക്കളെ. ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് ലോഗ് എ ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എക്സും കൂടെ പഠിച്ചു വെച്ചോളൂ. എക്സ് റൈസ് ടു എക്സ് ഇതിനോടൊപ്പം തന്നെ പഠിക്കുക. എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. രണ്ടും നമുക്ക് യൂസ് വരുന്നതാണ് എപ്പോഴും. എക്സ് റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. അപ്പോൾ 3 റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3 റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് 3 വരും. 3 റൈസ് ടു വൈയുടെ ഡെറിവേറ്റീവ് 3 റൈസ് ടു വൈ ഇൻറ്റു ലോഗ് 3. വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ് വരും. 3 റൈസ് ടു എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് 3 റൈസ് ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു ലോഗ് 3 ഇൻറ്റു എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് കൊടുക്കണം ചെയിൻ റൂൾ പ്രകാരം അല്ല. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും, വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ്. എല്ലാ ടേംസിലും കോമൺ ആയിട്ട് ആരുണ്ട്? ലോഗ് 3 ഉണ്ട്. അപ്പോൾ ലോഗ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ലോഗ് 3 എല്ലാം അങ്ങ് കട്ടായി പോകും അല്ലേ. ബാക്കി എന്തുണ്ട്? 3 റൈസ് ടു എക്സ് പ്ലസ് 3 റൈസ് ടു എക്സ് പ്ലസ് 3 റൈസ് ടു വൈ ഇൻറ്റു dy ബൈ ഡി എക്സ്. 3 റൈസ് ടു വൈ ഇൻറ്റു dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈ 3 റൈസ് ടു എക്സ് പ്ലസ് വൈ നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. 3 റൈസ് ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 റൈസ് ടു എക്സ് പ്ലസ് വൈ വരും, പ്ലസ് 3 റൈസ് ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു dy ബൈ ഡി എക്സ്. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? dy ബൈ ഡി എക്സ് ഉള്ള ടേംസ് ഒക്കെ ഒരുമിച്ച് ആക്കോളൂ. 3 റൈസ് ടു വൈ ഇൻറ്റു dy ബൈ ഡി എക്സ് മൈനസ് 3 റൈസ് ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 3 റൈസ് ടു എക്സ് പ്ലസ് വൈ മൈനസ് 3 റൈസ് ടു എക്സ്. ഓക്കെ, ഇവിടുന്ന് dy ബൈ ഡി എക്സ് ഇങ്ങോട്ട് പുറത്തെടുക്കാം. dy ബൈ ഡി എക്സ് ഇൻറ്റു 3 റൈസ് ടു വൈ മൈനസ് 3 റൈസ് ടു എക്സ് പ്ലസ് വൈ
is equal to 3 raised to x plus y minus 3 raised to x. dy by dx is equal to ഈ ടേമിനെ ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യുക 3 raised to x plus y minus 3 raised to x divided by 3 raised to y minus 3 raised to x plus y. ഇതുണ്ടോ? ഇതിങ്ങനെയാണോ? ഇനി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ? ഓക്കെ, കുറച്ചുകൂടെ ചെയ്യേണ്ടി വരും. നോക്കാം. 3 raised to x plus yനെ 3 raised to x into 3 raised to y എന്ന് എഴുതാം. മൈനസ് 3 raised to x, 3 raised to y മൈനസ് 3 raised to x plus yനെ 3 raised to x into 3 raised to y എന്ന് എഴുതാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിൽ നിന്ന് ഒരു 3 raised to x ഇങ്ങോട്ട് പുറത്തെടുക്കാം. ബാക്കി 3 raised to y മൈനസ് 1. ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു 3 raised to y ഇങ്ങോട്ട് പുറത്തെടുക്കാം. ബാക്കി 1 മൈനസ് 3 raised to x. ഇനി നിങ്ങൾ നോക്കുക, a raised to m by a raised to n, a raised to m minus n ആണ് അല്ലെ. 3 raised to x by 3 raised to y, 3 raised to x minus y വരും. ബാക്കി 3 raised to y minus 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 raised to x. ശരിയല്ലേ? 3 raised to x minus y into 3 raised to y minus 1 by 1 minus 3 raised to x. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ? അതായിരുന്നു 16ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 17ാമത്തെ ചോദ്യം നോക്കോളൂ. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ്, വൈ ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, കോമ്പോസിഷനൊക്കെ നമ്മൾ നേരത്തെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്താ സംഭവം? രണ്ട് ഫോർമുലാസ് ആണ് ഓർത്തിരിക്കേണ്ടത്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കണം. അതേപോലെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് എന്നുള്ള ഇക്വേഷനും ഓർത്തിരിക്കണം. ഓക്കെ, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. നോക്കിയോളൂ. അപ്പം y is equal to g കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആരാ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ്. അപ്പോൾ ജി ഓഫ് കോസ് എക്സ് നോക്കിയോളൂ. ജി ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്, ലോഗ് എക്സ് ആണ്. ജി ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് കോസ് എക്സ്. ഇതാണ് നമ്മുടെ y എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എടുത്തോളൂ. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ആണ്. അപ്പോൾ 1 ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് വരും. ആൻസർ മൈനസ് ടാൻ എക്സ് ആണ് കിട്ടുക. അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ് വേണ്ടത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. മൈനസ് ടാൻ 0 എന്താണ്? 0. അതിന് കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ 0 ആണ് നമുക്ക് ആൻസർ കിട്ടും. അല്ലെ, ടാൻ 0 എന്താണെന്ന് അറിയാം, നമുക്ക് 0 ആണെന്നറിയാം. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 18ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. y is equal to എഫ് ഓഫ് എക്സ് ആണ്. പി എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ക്യൂ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, കുറേ പേര് അറിയാണ്ട് എന്തെഴുതും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ക്യൂ ആണ്. ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ 1 ബൈ ക്യൂ ആയിരിക്കും. റെസിപ്രോക്കൽ അല്ല മക്കളെ, എപ്പോഴും ആലോചിക്കുക. ഡി വൈ ബൈ ഡി എക്സിൻ്റെ റെസിപ്രോക്കലാണ് ഡി എക്സ് ബൈ ഡി വൈ. അതൊക്കെയാണ്, റെസിപ്രോക്കലാണ്. പക്ഷെ ഒരിക്കലും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ റെസിപ്രോക്കൽ എടുത്താൽ ഡി എക്സ് സ്ക്വയർ ബൈ ഡി സ്ക്വയർ വൈ എന്നേ വരുള്ളൂ. അത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ അല്ലല്ലോ. ശരി, ഇയാളുടെ റെസിപ്രോക്കലാണോ ഇയാൾ? അല്ലല്ലോ. താഴെയുള്ള ആൾ മുകളിലുള്ള ആൾ താഴെയും വരണ്ടേ? അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കാം എങ്ങനെ ചെയ്യാം. നമുക്ക് ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ വേണം. ആദ്യമേ എന്താണ് പിടിക്കുക? വൈ നമുക്ക് പി നമ്മുടെ കയ്യിലുണ്ട്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ആണ്. ശരിയല്ലേ? അപ്പോൾ അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഡി എക്സ് ബൈ ഡി വൈ കണ്ടുപിടിക്കാം. ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 ബൈ പി വരും. നേരെ എന്തെടുത്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. ഈ ഡി എക്സ് ബൈ ഡി വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് എന്ത്? ഡി എക്സ് ബൈ ഡി വൈയുടെ ഡെറിവേറ്റീവ്, അതായത് ഡി ബൈ ഡി വൈ ഓഫ്
ഡി എക്സ് ബൈ ഡി വൈ ആണ് എന്ത്? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി വൈ സ്ക്വയർ അല്ലേ? ഡി എക്സ് ബൈ ഡി വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡി, അതായത് ഡി ബൈ ഡി വൈ ഓഫ് ഡി എക്സ് ബൈ ഡി വൈ ആണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ. ശരിയല്ലേ? സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഡി എക്സ് ബൈ ഡി വൈനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ ഈക്വൽ ടു 1/pയുടെ ഡെറിവേറ്റീവ് മൈനസ് 1/p സ്ക്വയർ ഇൻറ്റു പിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡി പി ബൈ ഡി വൈ വേണം അല്ലേ? ഡി പി ബൈ ഡി വൈ ശരിയാണല്ലോ. പിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ്? ഡി പി ബൈ ഡി വൈ. സോ മൈനസ് 1/p സ്ക്വയർ ഇൻറ്റു പിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇനി പിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പിക്ക് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് വരിക? പിക്ക് പകരം ഡി വൈ ബൈ ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മൈനസ് 1/p സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി വൈ ഓഫ് പിക്ക് പകരം ഡി വൈ ബൈ ഡി എക്സ് ഞാൻ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ ഒന്ന് എഴുതാണേ. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. ഡി സ്ക്വയർ എക്സ് ബൈ, സോ അപ്പോൾ നമുക്ക് വേണ്ട സാധനം ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ ആണ്. അതിനുവേണ്ടി ഞാനിപ്പം എത്തി നിൽക്കുന്ന സംഭവം എന്താണ്? മൈനസ് 1/p സ്ക്വയർ ഇൻറ്റു മൈനസ് 1/p സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി വൈ ഓഫ് ഡി ബൈ ഡി വൈ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ? ഡി വൈ ബൈ ഡി എക്സ്. എൻ്റെ കയ്യിലുള്ളത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട് കയ്യിൽ. അപ്പോൾ താഴെ ഒരു ഡി എക്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഡി എക്സ് സ്ക്വയർ ആക്കാമായിരുന്നു. അപ്പോൾ ഞാൻ മുകളിലും താഴെയും ഡി എക്സ് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ, മൈനസ് 1/p സ്ക്വയർ ഇൻറ്റു നോക്കുക, ഇത് ഡി ഓഫ് ഡി വൈ ഞാൻ ഡി സ്ക്വയർ വൈ ആക്കി. ആ ഡി സ്ക്വയർ വൈയുടെ താഴെ എന്തുണ്ട് നോക്കാം? ഡി ഓഫ് ഡി വൈ ഡി സ്ക്വയർ വൈ, ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ഡി എക്സ് സ്ക്വയർ. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടി. ശരിയല്ലേ? ഡി ഓഫ് ഡി വൈ ഡി സ്ക്വയർ വൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ഡി എക്സ് സ്ക്വയർ. ബാക്കി ഇവിടെ ഒരു ഡി എക്സ് ഉണ്ട്, ഇവിടെ ഒരു ഡി വൈ ഉണ്ട്, അത് ഒരുമിച്ചാക്കി ഡി എക്സ് ബൈ ഡി വൈ. ഓക്കെ, ഡി എക്സ് ബൈ ഡി വൈ. ശ്രദ്ധിച്ച് വേണം, കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. എന്തിനാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്? ഇത് നമ്മുടെ കയ്യിലുണ്ട്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആരാ? ക്യൂ ആണ്. അത് നമ്മുടെ കയ്യിലുണ്ട്. നോക്കിക്കോളൂ. അപ്പോൾ എന്ത് വരും? മൈനസ് 1/p സ്ക്വയർ ഇൻറ്റു ക്യൂ ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ നമ്മുടെ കയ്യിലുണ്ട്. ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ വേണ്ട കിടക്കുന്നു 1/p. ശരിയല്ലേ? 1/p. അപ്പോൾ എന്താണ് കിട്ടുക? മൈനസ് ക്യൂ ബൈ പി ക്യൂബ് വരും ആൻസർ. ശരിയല്ലേ? മൈനസ് ക്യൂ ബൈ പി ക്യൂബ്. ഓപ്ഷൻ ബി മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ പി ക്യൂബ്. ഓക്കെ ആണല്ലോ? ഇതാണ് 18ാമത്തെ ചോദ്യം. നെക്സ്റ്റ് 19ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ടി മൈനസ് ടി കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു ടി സൈൻ ടി പ്ലസ് കോസ് ടി. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ടി ഇസ് ഈക്വൽ ടു പൈ ബൈ 2. പാരാമെട്രിക് ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമുക്ക്. ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണെന്ന് നമുക്കറിയാം. സോ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. ഈ കാണുന്ന വൈനെ ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി പ്ലസ് സെക്കൻഡ് സൈൻ ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 വരും. കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. ശരിയല്ലേ? മൈനസ് സൈൻ ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. എക്സിനെ നമ്മൾ ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി മൈനസിന് ശേഷം പ്രോഡക്റ്റ് റൂൾ ആണ്, 2 ടേംസ് വരും, ബ്രാക്കറ്റ് മറന്നു വരുത്. ടി ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1. മൈനസ് സൈൻ ടി പ്ലസ് സൈൻ ടി കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ട്? മുകളിലൊരു ടി കോസ് ടി ഉണ്ട്, താഴെ എന്താണ്? കോസ് ടി മൈനസ് ഓഫ് മൈനസ് പ്ലസ് ടി സൈൻ ടി മൈനസ് കോസ് ടി പ്ലസ് കോസ് ടി മൈനസ് കോസ് ടി കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ട്? ടി കോസ് ടി ബൈ ടി സൈൻ ടി എന്ന് വരും. ശരിയല്ലേ? ടി ടി കട്ട് ചെയ്യാം.
കോസ് ടി ബൈ സൈൻ ടി എന്താണ്? കോട്ട് ടി. സോ അറ്റ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ആണ്. ടാൻ 90 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട് 90. ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ എന്താ? 0 അല്ലേ? കോട്ട് 90 എന്ന് വരും 0. ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 2 കൊടുത്താൽ കോട്ട് പൈ ബൈ 2 എന്താണ് വരിക? 0. ഓപ്ഷൻ എ 0 ഇസ് ദ ആൻസർ. അടുത്ത നോക്കിയോളൂ 20ാമത്തെ ചോദ്യം. The curve root x plus root y is equal to 1. The value of dy by dx at 1/4 1/4. നമുക്ക് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്, റൂട്ട് വൈയുടെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് വൈ, വൈയുടെ ഡെറിവേറ്റീവ് dy by dx, 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. ശരിയല്ലേ? സോ അതായത് 1/2 റൂട്ട് വൈ dy by dx is equal to -1/2 റൂട്ട് എക്സ്. നമുക്കിവിടെ 2 കട്ട് ചെയ്യാം. ഫ്രം ദാറ്റ് dy by dx നമുക്ക് എന്ത് കിട്ടും? -√y/√x. അറ്റ് എക്സിന് 1/4 വൈക്കും 1/4 എന്താണ് കിട്ടുക? രണ്ടും സെയിം ആൻസർ അല്ലേ നമുക്ക് കിട്ടുക? മൈനസ് വൈക്ക് 1/4 കൊടുത്താൽ 1/4ൻ്റെ റൂട്ട് 1/2 കിട്ടും. ബൈ എക്സിന് 1/4 കൊടുത്താൽ 1/4ൻ്റെ റൂട്ട് 1/2 കിട്ടും. ആൻസർ എന്ത് വരും? -1 വരും. ഓപ്ഷൻ സി -1 ഇസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 21ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്, ഈസിയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x³ - 3x + 2/2x³ + x - 3യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും ആലോചിക്കുക, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എക്സിൻ്റെ ഹയസ്റ്റ് പവർ വരുന്ന ടേംസിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ എടുത്താൽ മതി. ഓക്കെ, നോക്കുക. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇപ്പോൾ ഒരു ഇങ്ങനെയാണെന്ന് വെച്ചോളൂ, 2x² + 3/x² - 2 ഇങ്ങനെ ഒരു ചോദ്യമാണെന്ന് വെച്ചോളൂ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഡയറക്റ്റ്ലി ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനേറ്റ് ഫോം ആവും. ശരിയല്ലേ? സോ അപ്പോൾ നമ്മൾ ചെയ്യുക എന്താണെന്ന് നോക്കിയോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിൽ നിന്ന് ഒരു x² ഇങ്ങോട്ട് പുറത്തെടുക്കും. ബാക്കി 2 + 3/x² എന്ന് വരും. ശരിയല്ലേ? താഴെ ഒരു x² പുറത്തെടുത്താൽ 1 - 2/x² എന്ന് വരും. x² നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ 3/∞ 0 വരും, 2/∞ 0 വരും. ആൻസർ എന്ത് വരും? 2 വരും. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നോക്കുക. ഇത് എപ്പോഴും ആലോചിക്കേണ്ട സംഭവം എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആവണം, എങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയൽ ആയിട്ടുള്ള ഫംഗ്ഷൻസും ആയിരിക്കണം, എങ്കിലേ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കിയോളൂ. ന്യൂമറേറ്ററിൽ x² ടേം ഉണ്ട്. അതിൽ ഹയസ്റ്റ് പവർ ഓഫ് x² ആണ്. അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 2. ഡിനോമിനേറ്ററിൽ എക്സിൻ്റെ ഹയസ്റ്റ് പവർ x² ആണ്. അത് സെയിം ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. സെയിം ആണെങ്കിൽ മാത്രം കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ എടുക്കാം. 2/1 2 വരും ആൻസർ. ഇനി സെയിം അല്ല എന്ന് വെച്ചോളൂ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x³ + 1/x² + 2 ഇങ്ങനെയാണെന്ന് വെച്ചോളൂ. ഇവിടെ ന്യൂമറേറ്ററിൽ എക്സിൻ്റെ ഹയസ്റ്റ് പവർ x³ ആണ്, താഴെ x² സെയിം സെയിം ആക്കണമെങ്കിൽ താഴെ ഞാനൊരു 0x³ കൊടുത്താൽ മതി. കിട്ടിയോ? ഇപ്പോൾ സെയിം ആയി. ഇപ്പോൾ ഇവിടെ x³ കോഎഫിഷ്യൻറ്റ് 1, താഴെ x³ കോഎഫിഷ്യൻറ്റ് ആരാ? 0. സോ 1/0 ഇൻഫിനിറ്റി ആണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുക. ശരിയല്ലേ? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അത് നോട്ട് ഡിഫൈൻഡ് എന്നുള്ള അർത്ഥമാണ്. ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. ഇനി നോക്കിയോളൂ, ഇങ്ങനെയാണ്. ഈ ഒരു കേസ് ആണെങ്കിലോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x - 2/x² + 3 ഇങ്ങനെയാണ് ചോദ്യമെങ്കിലോ. അപ്പോൾ നോക്കുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സിൻ്റെ പവേഴ്സ് നോക്കുന്നു. ഇപ്പോൾ ഡിനോമിനേറ്ററിലാണ് x², അതാണ് ഹയസ്റ്റ്. അപ്പോൾ അത് ന്യൂമറേറ്ററിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? കയ്യിൽ നിന്നിട്ട് ഞാനൊരു 0x² കൊടുക്കും. ശരിയല്ലേ? നമ്മൾ നോക്കുക, ന്യൂമറേറ്ററിൽ 0, ഡിനോമിനേറ്ററിൽ x² കോഎഫിഷ്യൻ്റ് ആരാ? 1. 0/1 ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. ശരിയാണല്ലോ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. അപ്പോൾ എപ്പോഴും അതിലൊക്കെ ജനറലൈസ് ചെയ്യാൻ വേണമെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ പവർ ന്യൂമറേറ്ററിനേക്കാൾ കൂടുതലാണെങ്കിൽ ആൻസർ 0 ആയിരിക്കും. അതേപോലെ ന്യൂമറേറ്ററിൻ്റെ പവറാണ് ഡിനോമിനേറ്ററിനേക്കാൾ വലുതെങ്കിൽ ആൻസർ
ഇൻഫിനിറ്റി ആയിരിക്കും. രണ്ടിടത്തും ഹയസ്റ്റ് പവർ ഓഫ് എക്സ് സെയിം ആണെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻസിൻ്റെ റേഷ്യോ ആയിരിക്കും ആൻസർ. ഈ 3 സാധ്യതകളാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ഒരു പോളിനോമിയൽ ബൈ പോളിനോമിയൽ ഫംഗ്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ 3 ആണ്, ഇവിടെയും 3 ആണ്. അപ്പോൾ കോയിഫിഷ്യൻസിൻ്റെ റേഷ്യോ എടുത്താൽ മതി. ഇവിടെ 1 ആണ് കോയിഫിഷ്യൻറ്റ്, ഇവിടെ 2 ആണ്. സോ ഓപ്ഷൻ ബി 1/2 ഇസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2x - 1/1 + x 1/2 - 1 എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഡയറക്റ്റ്ലി ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 2 - 1/1 + 0 എന്നുള്ളത് 1 വരും, 1 1/2 വരും, 1 - 1 2 1 ആണ്. 1 - 1/1 - 1 0/0 ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2x ഡെറിവേറ്റീവ് 2x log 2 വരും, 1ൻ്റെ ഡെറിവേറ്റീവ് 0 വരും. താഴെ 1 + x raised to half ആണ്, അതായത് √x ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 1/2 √1 + x വരും. ശരിയല്ലേ? 1 + x raised to half എന്ന് പറഞ്ഞാൽ അത് √1 + x ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 1/2 √1 + x. √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √x മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. ഈ ലിമിറ്റ് കൊടുത്തോളൂ. 2 log 2 divided by 1/2 into √1 + 0. √1 + 0 1 വരും. 2 1 ആണ്, ഇനി നമ്പർ റൈസ് ടു 0 1 ആണ്. താഴെയുള്ള 2 കൂടെ മുകളിലേക്ക് വരുമ്പോൾ 2 log 2 വരും ആൻസർ. ശരിയല്ലേ? 2 log 2. 2 0 1 ആയി, താഴെയുള്ള 2 മുകളിലേക്ക് വന്നു, 2 into log 2. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരിക. 2 log 2 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 23ാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x - 3 divided by modulus of x - 3 എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x - 3 by modulus of x - 3 നോക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ മോഡെക്സിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്? മോഡെക്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു പോയിന്റിന് ശേഷം അത് എന്താവും? വി ഷേപ്പ്ഡ് കർവാണ്. ഒരു പോയിന്റിൽ അത് ടേൺ ചെയ്യും, ഇങ്ങനെ വന്നിട്ട് ഒരു കട്ട് ചെയ്ത് പോകും. ശരിയല്ലേ? അപ്പോൾ എന്തായാലും ഒരു പോയിന്റിന് മുൻപുള്ള ഫംഗ്ഷൻ്റെ സ്വഭാവമല്ല ഒരു പോയിന്റിന് ശേഷമുള്ളത് എന്ന് നമുക്ക് പ്രീ റിക്വിസിറ്റ് ആയിട്ട് അറിയാം, അല്ലേ? മോഡുലസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബേസിക് നോളജിലുണ്ട്. അതിന് ഒരു പോയിന്റിൽ അത് മാറും, അല്ലേ? അപ്പോൾ ആ പോയിന്റിന് മുൻപും ആ പോയിന്റിന് ശേഷമുള്ള ഫംഗ്ഷൻ്റെ സ്വഭാവം വ്യത്യസ്തമാണ്. അപ്പോൾ ആ പോയിന്റിന് മുൻപുള്ള ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് ആയിട്ടും ശേഷമുള്ളത് റൈറ്റ് ലിമിറ്റ് ആയിട്ടും രണ്ടായിട്ട് ചെയ്യണം. അത് കോയിൻസൈഡ് ചെയ്താൽ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ആ കോയിൻസൈഡിങ് വാല്യൂ ലിമിറ്റിംഗ് വാല്യൂ ആയിട്ടും പറയാം. കോയിൻസൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, മോഡെക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? മോഡെക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് ഫോർ എക്സ് ലെസ് ദാൻ 0. ഇതാണ് മോഡെക്സിൻ്റെ ഡെഫിനിഷൻ. മോഡുലസ് ഓഫ് സംതിങ് ഒരു എക്സ് മൈനസ് എ ആണെങ്കിലോ അതിൻ്റെ ഡെഫിനിഷൻ എന്ത് വരും? എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് വരും, ആൻഡ് മൈനസ് എക്സ് ഫോർ എക്സ് ലെസ് ദാൻ എ. ഇങ്ങനെയാണ് വരിക. ഈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരിക? ദാറ്റ്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ഫോർ എക്സ് മൈനസ് എ എന്നാണ് കേട്ടോ. ഇവിടെ എക്സ് മൈനസ് എ മൈനസ് ഓഫ് എക്സ് മൈനസ് എ അങ്ങനെയാണ് കേട്ടോ ഇത് എഴുതേണ്ടത്. ആ വാല്യൂ എക്സ് മൈനസ് എ ആണല്ലോ. എക്സ് മൈനസ് എ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് മൈനസ് ഓഫ് എക്സ് മൈനസ് എ ഫോർ എക്സ് ലെസ് ദാൻ എ. അപ്പോൾ എക്സ് മൈനസ് 3 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 മൈനസ് ഓഫ് എക്സ് മൈനസ് 3 ഫോർ എക്സ് ലെസ് ദാൻ 3. അപ്പോൾ 3ക്ക് ശേഷമുള്ള ഫംഗ്ഷൻ്റെ സ്വഭാവം എക്സ് മൈനസ് 3 ആണ്. 3ക്ക് മുൻപുള്ള സ്വഭാവം മൈനസ് ഓഫ് എക്സ് മൈനസ് 3 ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ആയിട്ട് 3ക്ക് മുൻപുള്ള സ്വഭാവം വെച്ചിട്ടുള്ള ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. ഇതാണ് എൽ എച്ച് എൽ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എക്സ് 3യേക്കാൾ കുറയുമ്പോൾ മോഡിൽ എക്സ് മൈനസ് 3 ഉണ്ട്, ഡിവൈഡഡ് ബൈ മോഡ് എക്സ് മൈനസ് 3 എന്താവും? മൈനസ് ഓഫ് എക്സ് മൈനസ് 3 ആവും. ശരിയല്ലേ? എക്സ് 3നേക്കാൾ കുറയുമ്പോൾ മോഡ് എക്സ് മൈനസ് 3 എന്നുള്ളത് മൈനസ് ഓഫ് എക്സ് മൈനസ് 3 ആവും. എക്സ് മൈനസ് 3 കട്ട് ചെയ്താൽ ആൻസർ -1 വരും. ശരിയല്ലേ? -1ൻ്റെ ലിമിറ്റിംഗ് വാല്യൂ -1 തന്നെയാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുമ്പോൾ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു
3 പ്ലസ് എക്സിൻ്റെ വാല്യൂ 3യേക്കാൾ കൂടുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ആരാണ്? എക്സ് മൈനസ് 3 ആണ്. ശരിയല്ലേ? അപ്പോൾ മോളിൽ എന്തുണ്ട്? എക്സ് മൈനസ് 3 ഉണ്ട്. മോഡ് എക്സ് മൈനസ് 3 എന്താവും? എക്സ് മൈനസ് 3 തന്നെ ആവും. ഇത് കട്ട് ചെയ്താൽ 1 വരും. 1ൻ്റെ ലിമിറ്റിംഗ് വാല്യൂ 1 തന്നെയാണ്. ഇനി നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് കിട്ടിയത് എന്താണ്? -1 ആണ്. റൈറ്റ് ലിമിറ്റ് നമുക്ക് കിട്ടിയത് എത്രയാണ്? 1 ആണ്. സെയിം ആണോ? അല്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇത് നോട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരിക. ലിമിറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് 23ാമത്തെ ചോദ്യം. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 24. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് 3x ബൈ എക്സ് സൈൻ എക്സ്. നമ്മൾ നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ 1 മൈനസ് കോസ് 0 1 ആണ്. 0 ഇൻറ്റു സൈൻ 0 0 വരും. 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം വരും അല്ലേ? സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 3x വരും ഇൻറ്റു 3xൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3 വരും. ശരിയല്ലേ? താഴെ പ്രോഡക്റ്റ് റൂൾ എടുത്തോളൂ. എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. നിലവിലെ ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ 2 മൈനസ് പ്ലസ് ആവും. 3 സൈൻ 3x എന്ന് വരും അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3 സൈൻ 3x ഡിവൈഡഡ് ബൈ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ 3x എന്നാണ് കിട്ടുക. ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എക്സിന് 0 കൊടുത്താൽ 3 ഇൻറ്റു സൈൻ 0 0 വരും. താഴെ 0 ഇൻറ്റു എന്ന് പറയുമ്പോൾ 0 വരും. സൈൻ 0 0 എഗെയിൻ 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. എഗെയിൻ എൽ ഹോസ്പിറ്റൽ റൂൾ പ്രകാരം മുകളിലും താഴെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3 ഇൻറ്റു സൈൻ 3xൻ്റെ ഡെറിവേറ്റീവ് കോസ് 3x ഇൻറ്റു 3xൻ്റെ ഡെറിവേറ്റീവ് 3 വരും. താഴെ പ്രോഡക്റ്റ് റൂൾ എടുക്കുക. എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. സൈൻ 3xൻ്റെ ഡെറിവേറ്റീവ് കോസ് 3x ഇൻറ്റു 3xൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3 വരും. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് വരിക? മുകളിൽ 3 ഇൻറ്റു 3 9 വരും. കോസ് 0 1 വരും. ഡിവൈഡഡ് ബൈ ഇവിടെ 0 ഇൻറ്റു സൈൻ 0 ഈ ടേം 0 ആയി പോവും. കോസ് 0 1 വരും. 3 ഇൻറ്റു കോസ് 0 ഇപ്പോൾ 3 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? 3 ഇൻറ്റു സൈൻ 3xൻ്റെ ഡെറിവേറ്റീവ് കോസ് 3x 3xൻ്റെ ഡെറിവേറ്റീവ് 3. താഴെ എക്സ് ഇൻറ്റു കോസ് എക്സ് എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. സൈൻ 3xൻ്റെ സൈൻ 3x ഇല്ല അല്ലേ? സൈൻ എക്സ് അല്ലേ ഉള്ളൂ ഇവിടെ. സോറി ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടേ. സൈൻ എക്സേ ഉള്ളൂ കേട്ടോ. എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ്. പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് എക്സ്. അപ്ലൈ ചെയ്താൽ ഇവിടെ കോസ് 0 1 വരും. എഗെയിൻ ഇവിടെ കോസ് 0 1 വരും. അപ്പോൾ 1 + 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ 9 ഇൻറ്റു 1 9 ഡിവൈഡഡ് ബൈ 1 + 1 2 9/2. ഓപ്ഷൻ സി 9/2 ആണ് ആൻസർ കിട്ടുക കേട്ടോ. ശ്രദ്ധിച്ചാണ് കേട്ടോ, ശ്രദ്ധിച്ചാണ്. ഞാൻ അറിയാണ്ടത് നേരത്തെ എഴുതിയപ്പോൾ സൈൻ എക്സിന് പകരം ഞാൻ സൈൻ 3x എന്ന് അറിയാണ്ട് എഴുതിപ്പോയി. മുകളിൽ സൈൻ 3x ഉള്ളതുകൊണ്ട് ആ ഒരു ലിങ്ക് വന്ന് താഴോട്ട്. സോറി, സൈൻ എക്സ് തന്നെയാണ് വരിക കേട്ടോ. അതായിരുന്നു 24ാമത്തെ ചോദ്യം. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 2x മൈനസ് π/ cos x. നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു π/2 പൈ വരും മൈനസ് π/ cos π/2. ഇതാണ് കോസ് 0 1 ആണ്. കോസ് 90 0 ആണ്. ആൻസർ 0/0 ഇൻഡിറ്റർമിനേറ്റ് വരും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പൈയുടെ ഡെറിവേറ്റീവ് 0 കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 2 ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ എക്സിന് പകരം π/2. 2 ഡിവൈഡഡ് ബൈ സൈൻ 90 എന്താണ്? 1. സൈൻ 0 0 സൈൻ 90 1. ആൻസർ എന്ത് വരും? -2. ഓപ്ഷൻ സി -2 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അടുത്ത 26ാമത്തെ ചോദ്യം നോക്കിക്കോളൂ.
ലിമിറ്റ് എക്സ് ടെൻസ് ടു എ റൈസ് ടു എക്സ് മൈനസ് എക്സ് റൈസ് ടു എ ബൈ എക്സ് റൈസ് ടു എക്സ് മൈനസ് എ റൈസ് ടു എ എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 0/0 ഇൻഡിറ്റർമിനേറ്റ് ആണ്. എ റൈസ് ടു എ മൈനസ് എ റൈസ് ടു എ ബൈ എ റൈസ് ടു എ മൈനസ് എ റൈസ് ടു എ എന്ന് വരും. 0/0 ഇൻഡിറ്റർമിനേറ്റ് ആണ്. സോ എൽ ഹോസ്പിറ്റൽ വെച്ച് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ലോഗ് എക്സ് റൈസ് ടു എ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പോലെ തന്നെ. എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു n-1 ആണ്. അപ്പം എ ഇൻറ്റു എക്സ് റൈസ് ടു a-1 വരും. ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് വരും. എ റൈസ് ടു എയുടെ ഡെറിവേറ്റീവ് എന്താണ്? 0. ഓക്കെ, ഇത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ എന്താണ് വരിക? എ റൈസ് ടു എ ഇൻറ്റു ലോഗ് എ മൈനസ് എ ഇൻറ്റു എ റൈസ് ടു a-1. അതായത് എക്സിനെല്ലാം എ കൊടുക്കുക. ഇവിടെ എ റൈസ് ടു 1 ആക്കാം നമുക്ക്. താഴെ എ റൈസ് ടു എ ഇൻറ്റു 1 പ്ലസ് ലോഗ് എ എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എ റൈസ് ടു 1 ഇൻറ്റു എ റൈസ് ടു a-1, എ റൈസ് ടു 1 ഇൻറ്റു എ റൈസ് ടു a-1, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ, 1 പ്ലസ് a-1 എന്ന് വരും. 1 കട്ട് ചെയ്താൽ എ റൈസ് ടു എ വരും. ഓക്കെ, സോ എ റൈസ് ടു എ ഇൻറ്റു ലോഗ് എ മൈനസ് എ റൈസ് ടു എ ഡിവൈഡഡ് ബൈ എ റൈസ് ടു എ ഇൻറ്റു 1 പ്ലസ് ലോഗ് എ. ന്യൂമറേറ്ററിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? നമുക്ക് എ റൈസ് ടു എ പുറത്തെടുക്കാം. ബാക്കി ലോഗ് എ -1 വരും. ഡിനോമിനേറ്ററിൽ നിന്നും എ റൈസ് ടു എ പുറത്തെടുക്കാം. ബാക്കി 1 പ്ലസ് ലോഗ് എ വരും. എ റൈസ് ടു എ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആൻഡ് ദിസ് ഈസ് എന്താണെന്ന് അറിയാം നമുക്ക്? -1 ആണെന്നറിയാം. ലോഗ് എ -1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എ. ഇതാണ് നമുക്ക് എൽ ഹോസ്പിറ്റൽ എടുക്കുമ്പോൾ കിട്ടുക. അതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് -1. ഓക്കെ, അതായത് -1 ആവണമെങ്കിൽ എ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്തോളൂ. ലോഗ് എ -1 ഈക്വൽ ടു -1 മൈനസ് ലോഗ് എ എന്ന് കിട്ടും. മൈനസ് ലോഗ് എ നമുക്ക് ഇപ്പോൾ എടുക്കാം. ലോഗ് എ പ്ലസ് ലോഗ് എ ഇസ് ഈക്വൽ ടു -1. ഈ -1 ഇപ്പുറം വന്നാൽ +1. -1 + 1 എന്തായി? 0 ആയി. അതായത് 2 ലോഗ് എ ഇസ് ഈക്വൽ ടു 0. 2ന് 0 ആവാൻ പറ്റില്ല. പിന്നെ ആര് 0 ആവണം? ലോഗ് എ 0 ആവണം. ലോഗ് എ 0 ആവണമെങ്കിൽ എ വാല്യൂ എന്താവണം? 1 ആവണം. ലോഗ് 1 ആണ് എന്ത്? 0. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ എന്താവണം? ആൻസർ -1 കിട്ടണമെങ്കിൽ എയുടെ വാല്യൂ 1 ആവണം. ഓപ്ഷൻ എ 1 ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 27ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 6 ബൈ എക്സ് പ്ലസ് 1 ഹോൾ റൈസ് ടു എക്സ് പ്ലസ് 4 എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ലിമിറ്റ് അപ്ലൈ ഡയറക്റ്റ്ലി ലിമിറ്റ് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് റേഷ്യോ എടുത്താൽ മതി. 1/1 1 വരും. മുകളിൽ അപ്ലൈ ചെയ്യുമ്പം ഇൻഫിനിറ്റി + 4 ഇൻഫിനിറ്റി, 1 റൈസ് ടു ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഓക്കെ, നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 റൈസ് ടു ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് വരുന്നത് എങ്കിൽ നമുക്കിതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് റൈസ് ടു, ശരിക്കും ലോഗ് എടുത്താണ് ചെയ്യേണ്ടത്, റിസൾട്ടായിട്ട് പഠിച്ചോളൂ. ഇ റൈസ് ടു ലിമിറ്റ് എല്ലാം ഇയുടെ പവറിൽ വരും. ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് -1 എന്ന് വരും ഇതിൻ്റെ റിസൾട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് -1. ഓക്കെ അല്ലേ? സോ എന്താണ് കിട്ടുക നമുക്ക്? അപ്പോൾ ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ഇയുടെ പവറിലോട്ട് വരും. ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പവറിലുള്ള ആൾ എക്സ് പ്ലസ് 4 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 6 ബൈ എക്സ് പ്ലസ് 1 -1. ഓക്കെ അല്ലേ? സോ ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 4 ഇൻറ്റു ഇവിടെ ക്രോസ് ചെയ്യുക എക്സ് പ്ലസ് 6 -x -1
ബൈ എക്സ് പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഇവിടെ പ്ലസ് എക്സ് മൈനസ് എക്സ് നമുക്ക് കട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. നോക്കുക, മുകളിൽ 6 + 1 5 ഉണ്ട്, ഇൻറ്റു ഒരു എക്സ് പ്ലസ് 4 ഉണ്ട്, താഴെ എന്തുണ്ട്, എക്സ് പ്ലസ് 1 ഉണ്ട്. സോ 5 മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇ റൈസ് ടു 5 മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 4 ബൈ എക്സ് പ്ലസ് 1. എക്സിൻ്റെ ഹയസ്റ്റ് പവർ മുകളിലും താഴെയും സെയിം ആണ്. അപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റെ റേഷ്യോ എടുത്താൽ മതി. 1/1 1 കിട്ടും. സോ ഇ റൈസ് ടു 5 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഡി അല്ലേ, ഓപ്ഷൻ ഡി ഇ റൈസ് ടു 5 ഇസ് ദ ആൻസർ. ശരിയല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 4 ബൈ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ഡിവൈഡ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഫിനിറ്റി ആണ് ലിമിറ്റ് എങ്കിൽ പോളിനോമിയൽ ബൈ പോളിനോമിയൽ ആണെങ്കിൽ എക്സിൻ്റെ ഹയസ്റ്റ് പവർ സെയിം ആണെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻ്റെ റേഷ്യോ എടുത്താൽ നമുക്ക് ആ ലിമിറ്റിൻ്റെ ആൻസർ പെട്ടെന്ന് എഴുതാം. ഓക്കെ, 27 28ാമത്തെ ചോദ്യം നോക്കോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x മൈനസ് 4 ബൈ 2x പ്ലസ് എൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. എക്സ് ഇസ് ഈക്വൽ ടു 2വിൽ ഈ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എൽ എന്താണെന്നാണ് ചോദ്യം. 2വിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 2വിലുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റ് 2വിൽ ലിമിറ്റ് എക്സിസ്റ്റ് ആയിരുന്നിട്ടുണ്ടാവും. ലിമിറ്റ് എക്സിസ്റ്റ് ആവണം എന്നാണല്ലോ കണ്ടിന്യൂസ് ആവാനുള്ള ആദ്യത്തെ കണ്ടീഷൻ. ആദ്യത്തെ കണ്ടീഷൻ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ ലിമിറ്റിംഗ് വാല്യൂയും വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റും കോയിൻസൈഡ് ചെയ്യണം എന്നുള്ളതാണ് തേർഡ് കണ്ടീഷൻ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. ഇതാണ് കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻസ്. അപ്പോൾ അതിനകത്ത് ലിമിറ്റ് എക്സിസ്റ്റ് ആവാനുള്ള കണ്ടീഷനാണ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യണം എന്നുള്ളത്. കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കൺഫേം ആണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും സെയിം ആയിരുന്നിട്ടുണ്ടാവും. ഓക്കെ, 2 മൈനസ് എക്സ് ലെസ് ദാൻ 2 ആണ്. അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് 3x മൈനസ് 4. എക്സിന് 2 കൊടുത്താൽ 3 × 2 മൈനസ് 4 ദാറ്റ്സ് ഈക്വൽ ടു 2 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 2. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാലും 2 ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്, 2x പ്ലസ് എൽ. എക്സിന് 2 കൊടുത്താൽ 2 × 2 പ്ലസ് എൽ. ഇവിടുന്ന് എൽ കണ്ടുപിടിച്ചാൽ മതി. 23 6 മൈനസ് 4 ഈക്വൽ ടു 4 പ്ലസ് എൽ. അവിടുന്ന് എൽ ഇസ് ഈക്വൽ ടു 6 4 കുറച്ചാൽ 2 മൈനസ് 4 2 മൈനസ് 4 മൈനസ് 2. ഓപ്ഷൻ സി -2 ഇസ് ദ ആൻസർ. ശരിയല്ലേ? 6 മൈനസ് 4 -2 ആണ് ആൻസർ കിട്ടുക. അടുത്ത 29ാമത്തെ ചോദ്യം നോക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 29. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cos x റൈസ് ടു കോട്ട് സ്ക്വയർ എക്സ് എന്താണെന്നാണ് ചോദ്യം. cos x റൈസ് ടു കോട്ട് സ്ക്വയർ എക്സിൻ്റെ ലിമിറ്റ് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ കോസ് 0 1, കോട്ട് 0 ഇൻഫിനിറ്റി, 1 റൈസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എന്ത് വരും, ഇത് ഫുള്ള് ഇയുടെ പവറിലോട്ട് വരും. ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ്, അതായത് കോട്ട് സ്ക്വയർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് -1. ഓക്കെ, സോ ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് -1 ബൈ കോട്ട് സ്ക്വയർ എക്സ് താഴെ എടുത്താൽ 1 ബൈ ടാൻ സ്ക്വയർ എക്സ് വരും. ഇവിടെ കോസ് 0 1 -1 ബൈ ടാൻ 0 0. അപ്പോൾ 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. എൽ ഹോസ്പിറ്റൽ റൂൾ എടുക്കാം. അതിനേക്കാളും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി പറഞ്ഞു തരട്ടെ. ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്. ടാൻ സ്ക്വയർ എക്സിൻ്റെ താഴെ ഒരു എക്സ് സ്ക്വയർ കൊടുത്താൽ, ചുമ്മാ ഒരു എക്സ് സ്ക്വയർ കൊടുക്കുക, അത് ബാലൻസ് ചെയ്യാൻ ഒരു ഇൻറ്റു എക്സ് സ്ക്വയർ കൊടുക്കുക. ഓക്കെ, കാരണം ടാൻ റൈസ് ടു എൻ തീറ്റ ബൈ എക്സ് റൈസ് ടു എൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അതിൻ്റെ ആൻസർ 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ടാൻ സ്ക്വയർ തീറ്റ ബൈ എക്സ് സ്ക്വയർ ഈ കാണുന്ന ലിമിറ്റ് എന്താവും, ഇത് 1 ആവും. ഇനി ബാക്കി കോസ് എക്സ് -1 ബൈ എക്സ് സ്ക്വയർ നോക്കിയാൽ പോരെ, അതിലെ എളുപ്പം. സോ അത് 1 ആക്കി ഞാൻ ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അവിടെ എൽ ഹോസ്പിറ്റൽ എടുക്കുക. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, -1ൻ്റെ ഡെറിവേറ്റീവ് 0 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ശരിയല്ലേ? ഇനി ഈ സൈൻ എക്സ് ബൈ എക്സിൻ്റെ ലിമിറ്റ് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. സൈൻ എക്സ് ബൈ എക്സിൻ്റെ ലിമിറ്റ് 1 ആണ്. സോ ഇ റൈസ് ടു ബാക്കി ഇനി ആര് മാത്രമേ ഉള്ളൂ, -1/2 മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ഇ റൈസ് ടു -1/2 വരും ആൻസർ. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം കേട്ടോ. ലിമിറ്റിൽ കുറച്ച് പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചോദ്യം
റിപ്പീറ്റഡ് ആയിട്ട് ലിമിറ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി മുൻപ് വന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോളൂ. y is equal to 1 plus x square by 2 factorial plus x cube by 3 factorial plus etc. Find dy by dx. Option A y square, option B 2x, option C y, option D none. ഓക്കെ, എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? ഈ കാണുന്ന സാധനം എന്താണ്? 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സിൻ്റെ മക്ലോറിയൻ സീരീസ് എക്സ്പാൻഷൻ ആണ് അല്ലേ? ഇ റൈസ് ടു എക്സിൻ്റെ മക്ലോറിയൻ സീരീസ് എക്സ്പാൻഷൻ, അതായത് ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. സോ ഇ റൈസ് ടു എക്സ് ആണ് വൈ എന്ന് പറയുന്നത്. വൈ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് എടുത്താൽ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. ആ ഇ റൈസ് ടു എക്സ് ആരാണെന്നറിയാം നമുക്ക്? വൈ ആണെന്നറിയാം. സോ ഡി വൈ ബൈ ഡി എക്സ് വൈ തന്നെയാണ് കിട്ടുക. ഓപ്ഷൻ സി വൈ ഈസ് ദ ആൻസർ. സെറ്റ് എക്സാമിന് മുൻപ് വന്ന ചോദ്യമാണ് കേട്ടോ. യെസ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പാർട്ട് 1-ലെ 30 ചോദ്യങ്ങൾ. ഇതേപോലെ ഡെയിലി ബേസിസിൽ എല്ലാ ദിവസവും രാത്രിയിൽ 7 മണിക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇതേപോലെ 30, അത് എല്ലാ മൊഡ്യൂളും കവർ ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എക്സാമിന് മുൻപായിട്ട് 7 PM നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. എല്ലാ ദിവസവും 9 PM നമുക്ക് യൂട്യൂബിൽ 10 ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. 500 റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, ശരത് മാത്സ് ക്ലാസ് റൂം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. സോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സി യു.